ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം നോക്കാം. കഥമാലക്ഷിത പൗരൈ സംപ്രാപ്ത കുരുജാംഗലാൻ ഉന്മത്തമൂകജടവദ്വിചരൻ ഗജസാഹ്വയേം. ശൗനകാദി മഹർഷിമാർ വീണ്ടും സൂതനോട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. എന്താ? കഥമാലക്ഷിത. കഥം ആലക്ഷിത. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കഥമാലക്ഷിത. കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ. ആലക്ഷിത കാണപ്പെട്ടു. പൗരൈ ഈ പൗരന്മാരാൽ, അതായത് ആ നദീതീരത്ത് പ്രായോപവേശം ചെയ്തുകൊണ്ടിരുന്ന പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അടുത്തേക്ക് ശ്രീശുക മഹർഷി എത്തി എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള പൗരന്മാർ എങ്ങനെയാണ് ഈ മുനിയെ കണ്ടെത്തിയത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ശ്രീശുക മഹർഷി അവിടെ എത്തപ്പെട്ടു? അതുകൊണ്ട് തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ചോദിക്കുന്നത് സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത പൂർണ്ണമായും ബ്രഹ്മസ്വരൂപം കൈക്കൊണ്ടിരിക്കുന്ന ശ്രീശുക മഹർഷി എങ്ങനെ ഇവിടെ എത്തപ്പെട്ടു? തന്നെയല്ല, ശ്രീശുക മഹർഷി അങ്ങനെ എങ്ങും അധിക നേരം നിൽക്കുന്ന ആളുമല്ല. പിന്നെ എങ്ങനെ ഇവിടെ 7 ദിവസം കൊണ്ട് ഈ ഭാഗവത സപ്താഹം അല്ലെങ്കിൽ ഭാഗവത കഥ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുവാൻ ഇവിടെ എത്തി എന്ന് ചോദിച്ചു. അടുത്ത കുറച്ചുകൂടി ഒന്ന് വിശാലമായിട്ട് ചോദിക്കുകയാണ്. ഈ പൗരന്മാരാൽ എങ്ങനെയാണ് ശ്രീശുക മഹർഷിയെ കണ്ടെത്തിയത്, അല്ലെങ്കിൽ എങ്ങനെ കാണപ്പെട്ടു? സംപ്രാപ്ത പ്രാപിച്ചവനും കുരുജാംഗലാൻ, കുരുദേശങ്ങളിലും അതുപോലെ ജാംഗലദേശങ്ങളിലുമൊക്കെ ഉന്മത്തമൂകജടവദ്വിചരൻ. ഉന്മത്തമൂകജടവത് വിചരൻ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഉന്മത്തമൂകജടവദ്വിചരൻ. ഇനി ഉന്മത്തമൂക എന്ന് പറഞ്ഞാൽ അവിടെയും നമുക്ക് ആ പദങ്ങൾ പിരിച്ചാൽ ഉന്മത്തൻ, മൂകൻ, ജഡൻ എന്നിവരെ പോലെ, അതായത് ഒരു ഭ്രാന്തനെ പോലെ. ഉന്മത്തൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി, അങ്ങനെ നമ്മൾ ഇപ്പോൾ പറയില്ല, ലഹരിയൊക്കെ കഴിച്ചിട്ട് ഒരു മനുഷ്യൻ എപ്രകാരമാണോ വളരെ വിചിത്രമായി പെരുമാറുന്നത്, അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അയാൾക്കറിയില്ല. ഒരു ഭ്രാന്തമായ മാനസികാവസ്ഥയാണ്. അതുപോലെ ഒരു ഭ്രാന്തനെ പോലെ, മൂകനെ പോലെ, അതേപോലെ തന്നെ ജഡനെ പോലെ, അതായത് ബുദ്ധിശൂന്യനെ പോലെ ഒക്കെ വിചരൻ സഞ്ചരിക്കുന്നവനായിട്ടുള്ള ആ മഹർഷി ശ്രീശുക മഹർഷിയെ എങ്ങനെയാണ് പൗരന്മാർ കണ്ടെത്തിയത്? ഇവിടെ ഗജസാഹ്വയെ, ആ ഹസ്തിനപുരത്തിലെ പൗരന്മാരെങ്ങനെയാണ് ഈ ശ്രീശുക മഹർഷിയെ കണ്ടെത്തിയത്? കാരണം അങ്ങനെയൊരു മഹാത്മാവായിട്ടല്ല ശ്രീശുക മഹർഷിയെ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ബാഹ്യമായ രൂപങ്ങളിൽ എന്ത് കാണപ്പെടുന്നുവോ അതായിക്കൊള്ളണമെന്നില്ല അതിൻ്റെ ആന്തരികമായ സത്ത അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്നത്. ഇവിടെ ശ്രീശുക മഹർഷിയെ കാണുന്ന ഒരാളിന് എന്താ തോന്നുക? ആള് ഭ്രാന്തനാണ്, അതുപോലെ മൂകനാണ്, ബുദ്ധിശൂന്യനാണ്, ജഡതുല്യനാണ്. ഈ ആളിനെ കൊണ്ട് ഒന്നിനും കൊള്ളിക്കുകയില്ല, ഒന്നിനും കഴിവില്ലാത്തവനാണ്. ഇങ്ങനെ വളരെ പ്രാകൃതമായ ഒരു മനുഷ്യനായി ബാഹ്യ രൂപത്തിൽ, ബാഹ്യമായ കാഴ്ചപ്പാടിൽ കാണപ്പെടുന്ന ശ്രീശുക മഹർഷിയുടെ ഉള്ളിലെ തത്വത്തെ, സത്യത്തെ, സത്വത്തെ എങ്ങനെയാണ് ഹസ്തിനപുരിയിലെ പൗരന്മാർ കണ്ടെത്തിയത്? അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാവണമല്ലോ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അടുത്തേക്ക് ഈ ശ്രീശുക മഹർഷി ആനയിക്കപ്പെട്ടത്. അതെങ്ങനെയാണ് ഈ പൗരന്മാരാൽ കണ്ടെത്തിയത്? വളരെ ന്യായമായ ഒരു ചോദ്യമായി നമുക്ക് തോന്നാം. വ്യാസമഹർഷിയെ കണ്ടാൽ ഈ പ്രാപഞ്ചികമായ ഭൗതികമായ എല്ലാ വികാര വിചാരങ്ങളും അറിയുന്ന
സാധാരണ മനുഷ്യരെ പോലെ എന്നാൽ ഒരു മഹാത്മാവിൻ്റെ രൂപഭാവങ്ങളോടുകൂടി പെരുമാറുന്ന ഒരാളായിരുന്നു വ്യാസമഹർഷിയെങ്കിൽ പുത്രനായ ശ്രീശുക മഹർഷിക്ക് വികാര വിചാരങ്ങൾക്ക് അതീതനായി, മായാതീതനായി, യാതൊരു വിധത്തിലുള്ള ഭൗതികമായ ഒരു വിഷയങ്ങൾക്കും പ്രലോഭിപ്പിക്കുവാൻ കഴിയാത്ത വിധം ഉന്നതമായ തലങ്ങളിൽ വിഹരിച്ചിരുന്ന ശ്രീശുക മഹർഷി. നോക്കൂ, എന്തൊരു അന്തരമാണ് പിതാവും പുത്രനും തമ്മിൽ. പക്ഷെ എന്നിട്ടും അങ്ങനെയൊരു പ്രാകൃത മനുഷ്യൻ്റെ ഉള്ളിലെ മഹാത്മാവിനെ എങ്ങനെയാണ് ആ ഹസ്തിനപുരിയിലെ ജനങ്ങൾ, പൗരന്മാർ തിരിച്ചറിഞ്ഞത്? അതിൽ വളരെ ഒരു വിരുദ്ധാഭാസം നമുക്ക് തോന്നും. ഇവിടെ ആ ശൗനകാദി മഹർഷിമാർക്കും തോന്നിയത് അതേ ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊരു ചോദ്യം വന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കഥമാലക്ഷിത പൗരൈ സംപ്രാപ്ത കുരുജാംഗലാൻ ഉന്മത്തമൂകജടവദ്വിചരൻ ഗജസാഹ്വയേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഥമാലക്ഷിത, അവിടെ കഥം ആലക്ഷിത ആണ്. അതുകൊണ്ട് തന്നെ മായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ കഥമാലക്ഷിത പൗരൈ സംപ്രാപ്ത, മൂന്നിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത് കുരുജാംഗലാൻ. ഈ കുരുദേശം എന്ന് പറയുന്നത് നമുക്ക് മഹാഭാരതത്തിലുമൊക്കെ ധാരാളം കാണാവുന്നതാണ്. കുരുദേശം, അതായത് ഇന്നത്തെ നമ്മുടെ ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ആ ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളൊക്കെ ചേരുന്ന സ്ഥലത്തെയാണ് കുരുദേശം എന്ന് പറയുന്നത്. ഈ ജാംഗലദേശം എന്ന് പറയുന്നത് പൊതുവേ വായു സഞ്ചാരം കൂടുതലുള്ള, അതായത് അവിടെ ജലാശയങ്ങളും വൃക്ഷങ്ങളും ഒക്കെ മറ്റ് ദേശങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കും. അങ്ങനെയുള്ള ദേശങ്ങളെയാണ് ജാംഗലദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുരുദേശത്തിലും ജാംഗലദേശങ്ങൾ, അതായത് ഒട്ടാകെ മഹാഭാരതത്തിൽ പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊട്ടാകെ ഈ ശ്രീശുക മഹർഷി അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഉന്മത്തമൂകജടവദ്വിചരൻ, അവിടെ പദം പിരിക്കേണ്ട, ജഡവദ്വിചരൻ, അത് കഴിയുന്നതും അങ്ങനെ തന്നെ വായിക്കുക. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനിനാ സഹ സംവാദഃ സമഭൂത്താദ യത്രൈഷാ സാത്വതീ ശ്രുതി. കഥം വാ പാണ്ഡവേയസ്യ, കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ, പാണ്ഡവേയസ്യ ഈ പാണ്ഡുകുലത്തിൽ ജാതനായിട്ടുള്ള രാജർഷേർ മുനിനാ സഹ, ഇവിടെ രാജർഷേർ മുനിന, അവിടെ മാ കൂട്ടക്ഷരമായിരിക്കും. അന്നേരം രാജർഷേ എന്ന് പറഞ്ഞാൽ രാജർഷിക്ക്, മുനിന മുനിയോട്, സഹ കൂടി എന്ന് പറഞ്ഞാൽ ഈ പാണ്ഡുകുലത്തിൽ ജാതനായിട്ടുള്ള രാജർഷി എന്നുദ്ദേശിച്ചത് പരീക്ഷിത് മഹാരാജാവിനെയാണ്. രാജാവുമാണ്, ഋഷിതുല്യമായ രീതിയിൽ ജീവിച്ചിരുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ധർമ്മബോധം നന്നായി ഉണ്ടായിരുന്നു, വളരെയേറെ സംയമനത്തോടു കൂടി ജീവിച്ചിരുന്നതാണ്. അതുകൊണ്ടൊക്കെയാണ് കലിയെ കീഴടക്കുവാൻ കഴിഞ്ഞത്. പക്ഷെ എന്നിട്ടും സമയം അനുകൂലമല്ലാതെ ഇരുന്നപ്പോൾ കലിയാൽ തോൽപ്പിക്കപ്പെട്ടാണ് ഇന്ന് ഈ പ്രായോപവേശ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അങ്ങനെ രാജർഷിയായി ജീവിച്ചിരുന്ന പരീക്ഷിത് മഹാരാജാവിന് മുനിനാസഹ എന്ന് പറഞ്ഞാൽ ആ ശുക മഹർഷിയോട് കൂടെ സംവാദ, സംഭാഷണം, സമഭൂത്താദ, സമഭൂതാദ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സമഭൂത്താദ. സമഭൂത് എന്ന് പറഞ്ഞാൽ എങ്ങനെ സംഭവിച്ചു. താത എന്നുള്ളതിന് ഇവിടെ അല്ലയോ പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ വത്സ എന്നൊക്കെയുള്ള ഒരു സംബോധനയാണിവിടെ. ആ സൂതനെ വിളിക്കുകയാണ്.
യത്രൈഷ സാത്വതീ ശ്രുതി. യത്ര ഏഷ, യത്ര എന്ന് പറഞ്ഞാൽ യാതൊന്നിൽ, ഏഷ ഈ, സാത്വതി എന്ന് പറഞ്ഞാൽ ഈ സാത്വിക ഭാവത്തിലുള്ള ഭാഗവത, ശ്രുതി എന്ന് പറഞ്ഞാൽ ഇവിടെ സംഹിത എന്നർത്ഥം. ഇത് എങ്ങനെ സംഭവിച്ചു? ഇവിടെ ഈ ശൗനകാദി മഹർഷിമാർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഒന്ന്, ആദ്യം ചോദിച്ചത് ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്നിരുന്ന, ബാഹ്യമായ കാഴ്ചയിൽ യാതൊരു മഹത്വം തോന്നിക്കാത്ത ശ്രീശുക മഹർഷി എങ്ങനെ ഇവിടെ എത്തപ്പെട്ടു എന്ന് ചോദിച്ചു. ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ കൊണ്ടിരുത്തി എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും പാണ്ഡുകുലത്തിൽ ജനിച്ച രാജർഷിയായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവും ഇങ്ങനെയൊരു ജഡനെ പോലെ സഞ്ചരിച്ചിരുന്ന ആ ശ്രീശുക മഹർഷിയും കണ്ടുമുട്ടിയപ്പോൾ സർവവേദങ്ങളുടെയും സാരമായിട്ടുള്ള ഈ ഭാഗവത കഥ എങ്ങനെയാണ് അവരുടെ ആ ഒരു സംഭാഷണത്തിൽ കടന്നു വന്നത്? വളരെ അത്യാശ്ചര്യകരം തന്നെയാണ് ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചത്. ഇപ്പോഴും ശൗനകാദി മഹർഷിമാർക്ക് ആ ആശ്ചര്യം വിട്ടുമാറുന്നില്ല. അതുകൊണ്ടാണ് തുടർച്ചയായി ശ്രീശുക മഹർഷിയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സൂതൻ പറഞ്ഞു കൊടുത്തു വ്യാസഭഗവാൻ ആരാണെന്നും വ്യാസഭഗവാന്റെ പുത്രനായിട്ടുള്ള ശ്രീശുക മഹർഷിയുടെ കാര്യവും ഒക്കെ പറഞ്ഞു. അപ്പോഴേക്കും ശ്രീശുക മഹർഷിയിൽ നിന്നും പുറത്തേക്ക് വന്ന ഈ സർവവേദ സാരമായിട്ടുള്ള ഭാഗവത കഥ, അങ്ങനെ ശ്രീശുക മഹർഷിയുടെ ചുറ്റിനും അങ്ങനെ ഓരോരോ സംശയങ്ങൾ, മഹർഷിയെ സംബന്ധിച്ച സംശയങ്ങൾ അങ്ങനെ ശൗനകാദി മഹർഷിമാർ സൂതനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനിനാ സഹ സംവാദഃ സമഭൂത്താദ യത്രൈഷാ സാത്വതീ ശ്രുതി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാജർഷേർ മുനിന, മാ കൂട്ടക്ഷരമാണ്. സംവാദ, അവിടെ ഒരു വിസർഗമുണ്ട്. സംവാദ പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ സമഭൂത്താദ, താ കൂട്ടക്ഷരമാണ്. അവിടെയും നോക്കൂ, നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടിരുന്നു സൂതൻ എല്ലാ അർത്ഥത്തിലും വൃദ്ധനാണ് എന്ന് പറഞ്ഞിരുന്നു. അറിവ് കൊണ്ടും തപോബലം കൊണ്ടും ധർമ്മബോധം കൊണ്ടും ഒരു പക്ഷേ പ്രായം കൊണ്ടും. ഇവിടെ താത എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു വാത്സല്യ രൂപത്തിൽ സ്നേഹ ബഹുമാനങ്ങളോടുകൂടിയാണ്, ആദരഭാവത്തോടുകൂടി സൂതനെ ശൗനകാദി മഹർഷിമാർ സംബോധന ചെയ്തത്. പൊതുവെ നാല് തരത്തിലുള്ള വൃദ്ധന്മാരിലും വയോവൃദ്ധന്മാരെ മാത്രമേ നമുക്കറിയൂ, വയസ്സുകൊണ്ട് വൃദ്ധരായവരെ മാത്രം, അല്ലേ? പൊതുവെ 4 തരത്തിലുള്ള വൃദ്ധന്മാരുണ്ടെന്ന് പറയാറുണ്ട്. വയോവൃദ്ധര്, തപോവൃദ്ധര്, ധർമ്മവൃദ്ധര്, അതേപോലെ ജ്ഞാനവൃദ്ധര്. ആചാര്യന്മാർ പറയാറുണ്ട് ഈ 4 വൃദ്ധന്മാരെ ഒന്നിച്ചു കണ്ടാൽ ആദ്യം വണങ്ങേണ്ടത് ജ്ഞാനവൃദ്ധനെയാണ്, അറിവുകൊണ്ട് വൃദ്ധി നേടിയവരെയാണ് എന്ന്. ഇവിടെ ഈ മഹർഷിമാരാരും നിസ്സാരക്കാരല്ല, വളരെയേറെ അറിവ് നേടിയവരാണ് ഇവരൊക്കെ.
വേദങ്ങളിലാണെങ്കിലും വേദാംഗങ്ങളിലാണെങ്കിലും ഒക്കെ വളരെയേറെ പാണ്ഡിത്യമുള്ള ആത്മബലം നേടിയിട്ടുള്ള ഈ മഹർഷിമാർ സൂതനെ വിളിച്ചത്, ഭാഗവത കഥ പറയുക എന്നത് തപസ്യയായെടുത്ത സൂതനെ വിളിച്ചത് അല്ലയോ വത്സ എന്നാണ്. എത്രമാത്രം അവരൊക്കെ ആദരവോടുകൂടിയാണ് സൂതനെ കാണുന്നത്. കാരണം എന്താ, ഭാഗവതം എന്ന് പറയുന്നത് ഈ മഹർഷിമാരൊക്കെ പഠിച്ച സർവവേദങ്ങളുടെയും സാരസംഗ്രഹമാണ്. അങ്ങനെയുള്ള ഭാഗവത കഥയെ, ഭഗവത് കഥകളെ പറയുക എന്ന് പറഞ്ഞാൽ അത് എന്ന് തന്നെയല്ല, ഒരു തവണ പറയുകയല്ല, അത് തന്നെ ജീവിതത്തിൽ തപസ്യയായി എടുത്ത ഒരു വ്യക്തിയെ, ഇതിനേക്കാൾ വലിയൊരു ജ്ഞാനിയെ കിട്ടാനില്ല എന്ന് കരുതി ഇവിടെ മഹർഷിമാരൊക്കെ ആ സൂതനെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ആണ് ചോദിക്കുന്നത്. അല്ലയോ വത്സ, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇനി അടുത്ത് യത്ര ഈഷ, അവിടെ യത്ര ഏഷ ആണ് പദം പിരിക്കേണ്ട, വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. അതേപോലെ ശ്രുതി, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.